വലിയ ഉയരങ്ങളിൽ എത്തുമെന്ന് കരുതിയവൻ, ഇന്ത്യൻ ടീമിന്റെ ഭാവി നായകനാവുമെന്ന് കരുതിയവൻ, ഇടിമുഴക്കമായി ടീമിൽ എത്തിയവൻ, മുമ്പൊരിക്കൽ സച്ചിൻ ടെണ്ടുൽക്കറുടെയും ബ്രയാൻ ലാറയുടെയും വീരേന്ദ്ര സെവാഗിന്റെയും ശൈലി ഒരുപോലെ സമ്മേളിച്ച ബാറ്റിംഗ് താരമാണ് ഇവനെന്ന് കോച്ച് രവി ശാസ്ത്രി ശ്ലാഘിച്ചവൻ, കന്നി ടെസ്റ്റിൽ തകർപ്പൻ ക്ലാസ് ഇന്നിംഗ്സോടെ വരവറിയിച്ചവൻ, പിന്നീടപ്പോയോ മിടുക്കനായിരുന്നു, പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു, പതിയെ അവനൊരു തോൽവിയായി മാറി എന്ന് ആരാധകർ വേദനയോടെ ടാഗ്ലൈൻ നൽകിയവൻ, ട്രോളിയവൻ, വൻ ഹൈപ്പിൽ നിന്നും വൻ വീഴ്ചയിലേക്ക് കൂപ്പുകുത്തിയവൻ. വിടരും കാവ്യ സുമങ്ങൾ അറുക്കാൻ നാളെ വേറെയും കവികൾ വരും, എന്നേക്കാൾ മികച്ച ഖാദികർ വരും, നിങ്ങളെക്കാൾ മികച്ച ശ്രോതാക്കളും വരും. പക്ഷേ നാളെ ആരെങ്കിലും എന്നെ ഓർക്കുമോ എന്ന് അവൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് മുമ്പിൽ എറിയുകയാണെങ്കിൽ ഓർക്കും. പക്ഷേ ഒരു നഷ്ടനായകനായോ മുടിയനായ പുത്രനായോ പ്രതിഭയുടെ ധാരാളിത്തത്തിൽ പ്രൊഫഷണൽ ലൈഫ് കളഞ്ഞു കുളിച്ചവനെന്നോ മറ്റൊരു ആധുനിക വിനോദ് കാംബ്ലിയെന്നോ ഒക്കെ ഞങ്ങൾ നിന്നെ ഓർക്കും, അല്ലെങ്കിൽ നിന്നെ വിളിക്കും എന്ന് നമ്മളും വേദനയോടെ പറയുന്നവൻ പൃഥ്വി ഷാ. പറഞ്ഞു വരുന്നത് അയാളെക്കുറിച്ചാണ്. ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാവി ഇതിഹാസമെന്നും സച്ചിൻ ടെണ്ടുൽക്കറുടെ പിൻഗാമിയെന്നും വാഴ്ത്തപ്പെട്ടവനായിരുന്നു പൃഥ്വി ഷാ. എന്നാൽ ഇപ്പോൾ IPL 18ാം സീസണിൽ ഒരു ടീമും വിളിച്ചെടുക്കാനില്ലാത്ത ആ ഒരു അവസ്ഥയിലേക്ക് പൃഥ്വി ഷാ മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു കഴിഞ്ഞു. മടിയും അലസതയുമാണ് അദ്ദേഹത്തിന്റെ കരിയർ ഇല്ലാതാക്കിയതെന്നാണ് പല മുൻ താരങ്ങളും ആ സമയത്ത് വിമർശിച്ചത്. മുമ്പ് അദ്ദേഹം കളിച്ചിരുന്ന IPL ക്ലബ്ബുകളുടെ മാനേജ്മെന്റുകൾ വരെ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ പൃഥ്വി ഷായെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഈ അടുത്തിടെ രഞ്ജി ട്രോഫി ടീമിൽ നിന്നും അദ്ദേഹത്തെ മുംബൈ മാറ്റി നിർത്തിയിരുന്നു. മുൻ ഇന്ത്യൻ താരമായ മുഹമ്മദ് കൈഫും അതുപോലെ പ്രവീൺ ആവറയും ഒക്കെ ഇവരൊക്കെ ഡൽഹിയുടെ കോച്ചിങ് സ്റ്റാഫിൽ അംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ കളിയോടുള്ള സമീപനത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഒരുപാട് തവണ ഡൽഹി ക്യാപിറ്റൽ ഷായ്ക്ക് അവസരം നൽകിയതാണ്. പവർ പ്ലേയിൽ മികച്ച പ്രകടനം നടത്താൻ പൃഥ്വി ഷായ്ക്ക് സാധിക്കും. ഒരു ഓവറിൽ 6ഉം 4ഉം നേടാനുള്ള കഴിവുണ്ട്. വലിയ സ്കോറിലേക്ക് എത്താനുള്ള കഴിവ് അദ്ദേഹത്തിന് തീർച്ചയായും ഉണ്ട്. ഡൽഹി ക്യാപിറ്റൽസിന്റെ ടീം മീറ്റിംഗിൽ പലതവണ പൃഥ്വി ഷായെ ടീമിലെടുക്കുന്നത് സംബന്ധിച്ച് താനും കോച്ച് റിക്കി പോണ്ടിങ്ങും ചർച്ച നടത്തിയിട്ടുണ്ട്. മോശം പ്രകടനം ആവർത്തിച്ചപ്പോൾ പലതവണ ടീമിൽ നിന്നും പൃഥ്വി ഷായെ പുറത്താക്കാൻ തീരുമാനവും എടുക്കാറുണ്ട്. ഒടുവിൽ മത്സരത്തിന്റെ ടോസ് ഇടുന്നതിന് മുമ്പായി തീരുമാനം മാറ്റും. കഴിഞ്ഞ മത്സരങ്ങളിൽ മോശം പ്രകടനമാവും പൃഥ്വി ഷാ നടത്തിയിട്ടുണ്ടാകുക. എങ്കിലും ഈ മത്സരത്തിൽ അദ്ദേഹം നന്നായി കളിക്കുമെന്ന് ഞങ്ങളൊക്കെ കരുതും. ഒടുവിൽ IPL ടീമുകൾ പൃഥ്വി ഷായെ ഒഴിവാക്കാൻ തീരുമാനിച്ചു എന്നായിരുന്നു ആ സമയത്ത് ഡൽഹിയുടെ അസിസ്റ്റന്റ് കോച്ച് കൂടിയായ മുഹമ്മദ് കൈഫ് ആ സമയത്ത് പറഞ്ഞത്. നമുക്കറിയാം, 2018 അണ്ടർ-19 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന നിലയിലായിരുന്നു പൃഥ്വി ഷാ ക്രിക്കറ്റിൽ ശ്രദ്ധിക്കപ്പെട്ടത്. സച്ചിൻ ടെണ്ടുൽക്കറുടെയും അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ വീരേന്ദ്ര സെവാഗിന്റെയും പിൻഗാമിയായി പൃഥ്വി ഷാ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാഗമാകുമെന്ന് തന്നെയാണ് ആരാധകർ കരുതിയത്. എന്നാൽ കഠിനാധ്വാനം ചെയ്യാനുള്ള ആ ഒരു മടി അദ്ദേഹത്തെ ക്രിക്കറ്റിൽ നിന്ന് തന്നെ പുറത്താക്കുകയായിരുന്നു. ഒപ്പം കളിച്ച ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും റിയാൻ പരാഗും അവരൊക്കെയും ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലെ സൂപ്പർ താരങ്ങളായി തിളങ്ങി നിൽക്കുമ്പോഴാണ് ഷായുടെ ഈ അവസ്ഥ. പൃഥ്വി ഷായെ പോലെ പ്രതിഭാധനായ ഒരു താരത്തിന്റെ ഇന്നത്തെ ഈ അവസ്ഥയിൽ ഞാൻ നിരാശവാനാണ്. ഇന്നും IPL-ലെ 30 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടാനുള്ള കഴിവ് അയാൾക്കുണ്ട്. IPL-ലെ പണത്തിന്റെ കുത്തൊഴുക്കും ഗ്ലാമറും ഒരുപക്ഷെ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. 3 ഡീകൾ ഇല്ലാതെ പോയതാണ് പൃഥ്വി ഷായ്ക്ക് തിരിച്ചടിയായത്. ഡിസിപ്ലിൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡെഡിക്കേഷൻ. ഈ 3 ഡീകൾ, സമർപ്പണം ഉൾപ്പെടെയുള്ള 3 ഡീകൾ എന്നിവയാണ് പൃഥ്വി ഷായ്ക്ക് നഷ്ടമായ 3 ഡീകൾ. 3 വർഷം മുമ്പ് പൃഥ്വി ഷായെ ഞങ്ങൾ ഉപദേശിച്ചിരുന്നു. വിനോദ് കാംബ്ലിയുടെ ഉദാഹരണം അന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു. 23 വയസ്സായപ്പോഴേക്കും പൃഥ്വി ഷാ ഒരുപക്ഷെ 30-40 കോടി രൂപയെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടാകുമെന്നും IIM-ൽ നിന്നും പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് പോലും അത്രയും പണം സമ്പാദിക്കാനാവില്ല എന്ന് നമുക്കറിയാം. അത്രയും ചെറിയ പ്രായത്തിൽ ഇതുപോലെ വലിയ തുക സമ്പാദിക്കുമ്പോൾ ചിലർക്ക് ശ്രദ്ധ തെറ്റുന്നത് സ്വാഭാവികമാണ് എന്നാണ് മുൻ ഇന്ത്യൻ താരവും അതുപോലെ ഡൽഹി കോച്ചിങ് സ്റ്റാഫിൽ അംഗവുമായിരുന്ന പ്രവീൺ ആംബ്രെ പൃഥ്വി ഷായെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ മുമ്പ് നമുക്കറിയാം, 2020-ൽ ഉത്തേജക മരുന്ന് ഉപയോഗിച്ചുവെന്ന ആരോപണം ഉയർന്നപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ തന്നെ പൃഥ്വി ഷായെ നേരിൽ കണ്ട് ഉപദേശിച്ച ഒരു വാർത്തയുണ്ടായിരുന്നു. പ്രതിഭകൾക്ക് പഞ്ഞമില്ലാത്ത ഈ നാട്ടിൽ അച്ചടക്കവും സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവുമാണ് ഒരാളെ മികച്ച ക്രിക്കറ്റർ ആക്കുന്നത് എന്നായിരുന്നു സച്ചിൻ അന്ന് പൃഥ്വിയോട് പറഞ്ഞത്. തന്റെ ബാല്യകാല സുഹൃത്തായ വിനോദ് കാംബ്ലിയുടെ ആ ജീവിതം ഒരുപക്ഷെ സച്ചിന് കൃത്യമായും ഓർമ്മയുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഇത് പറയാൻ സാധിക്കും എന്ന് നമുക്കറിയാം. സച്ചിനേക്കാൾ പ്രതിഭയുണ്ടായിട്ടും വിനോദ് കാംബ്ലി എവിടെയാണ് എത്തിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പൃഥ്വി ഷായും ഇതേ വഴിയിലൂടെ പോകുമ്പോഴായിരുന്നു അന്ന് സച്ചിൻ ടെണ്ടുൽക്കർ ഉപദേശവുമായി രംഗത്ത് വന്നത്. ഡൽഹി ക്യാപിറ്റൽസിലുള്ളപ്പോൾ സൗരവ് ഗാംഗുലിയും റിക്കി പോണ്ടിങ്ങും അണ്ടർ-19 ടീമിലുണ്ടായിരുന്നപ്പോൾ പരിശീലകനായിരുന്ന രാഹുൽ ദ്രാവിഡും എല്ലാം പൃഥ്വിയെ ഉപദേശിച്ച് നന്നാക്കാൻ ഒരു ഘട്ടത്തിൽ നോക്കിയിരുന്നു. എന്നാൽ ഫലമുണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം ഷായുടെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇടിമുഴക്കത്തോടുകൂടിയാണ് പൃഥ്വി ഷാ ഇന്ത്യൻ ക്രിക്കറ്റിൽ എത്തിയത് എന്ന് നമുക്കറിയാം. 18ാം വയസ്സിൽ ഇന്ത്യക്കായി ടെസ്റ്റിൽ സെഞ്ചുറിയോടെ അരങ്ങേറിയ പൃഥ്വി ഷാ 2021-ലാണ് അവസാനമായി ഇന്ത്യക്ക് വേണ്ടി കളിച്ചത്.
2022 ന്യൂസിലാൻഡിനെതിരായ T20 പരമ്പരയ്ക്കുള്ള ടീമിൽ അദ്ദേഹത്തിന് ഇടം ലഭിച്ചെങ്കിലും പ്ലേയിങ് 11-ൽ കളിക്കാൻ സാധിച്ചിരുന്നില്ല. ഈ രഞ്ജി സീസണിൽ അമിതഭാരവും ഫിറ്റ്നസ് ഇല്ലായ്മയും കാരണം മുംബൈയുടെ പ്ലേയിങ് 11-ൽ നിന്നും പുറത്തായ പൃഥ്വി ഷായെ ഒടുവിൽ IPL താര ലേലത്തിലും ഒരു ടീമിൽ എടുക്കാതെ അൺസോൾഡായി അദ്ദേഹം മാറുകയായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 8 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് പൃഥ്വി ഷായെ IPL-ൽ ടീമുകൾ ഇങ്ങനെ തഴയുന്നത്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിക്കുള്ള മുംബൈ ടീമിൽ ഇടം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചെങ്കിലും ശ്രദ്ധേയമായ പ്രകടനങ്ങളൊന്നും തന്നെ ഇതുവരെയും അദ്ദേഹത്തിന് പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു കാര്യമാണ്, റീസെന്റ് ആയിട്ടുള്ള കാര്യം. ശരിയാണ്, പൃഥ്വി ഷാ കഴിവുകൾ ഏറെയുള്ള കളിക്കാരൻ തന്നെയാണ്. 2023 രഞ്ജിയിൽ അസമിനെതിരെ ആദ്യ ട്രിപ്പിൾ അടിച്ച പൃഥ്വി ഷാ 383 പന്തിൽ 379 റൺസ് അടിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടി 5 ടെസ്റ്റുകളും 6 ഏകദിനങ്ങളും ഒരു T20യും പൃഥ്വി ഷാ ഇതുവരെ കളിച്ചിട്ടുണ്ട്. ടെസ്റ്റിൽ 43 ശരാശരിയിൽ 339 റൺസും ഏകദിനത്തിൽ 189 റൺസുമാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. 2021 നേരത്തെ പറഞ്ഞതുപോലെ ശ്രീലങ്കൻ പര്യടനത്തിലായിരുന്നു ഷാ അവസാനമായി ഇന്ത്യക്ക് വേണ്ടി കളിക്കാനിറങ്ങിയത്. അരങ്ങേറ്റ T20യിൽ അദ്ദേഹം അത് ഡെക്കായി മടങ്ങുകയും ചെയ്തു. അതിനുശേഷം പൃഥ്വിയെ നമ്മൾ ദേശീയ ടീമിൽ കണ്ടിട്ടേയില്ല. മുമ്പ് ഫോമിലുള്ള സമയത്ത് ഇന്ത്യൻ സെലക്ടർമാർ വീണ്ടും അദ്ദേഹത്തെ അവഗണിച്ചപ്പോൾ സായിബാബയുടെ ചിത്രം ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് നിങ്ങളെല്ലാം കാണുന്നുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സായിബാബ എന്ന് പൃഥ്വി ഷാ ഇൻസ്റ്റയിൽ കുറിച്ചത് ആ സമയത്ത് വാർത്തയായിരുന്നു. അതിനു മുമ്പ് ന്യൂഡിൽസ് ബോയ് എന്നൊരു വിളിപ്പേര് കൂടി ഉണ്ടായിരുന്നു പൃഥ്വി ഷായ്ക്ക്. IPL-നെതിരെ വീണ ഒരു പേരായിരുന്നു. ഓപ്പണറായി ക്രീസിലെത്തി 2 മിനിറ്റിനുള്ളിൽ തന്നെ ഔട്ടായി ഡ്രസ്സിംഗ് റൂമിലെത്തുന്ന ആ ഒരു ശീലം പതിവാക്കിയ സമയത്താണ് ട്രോളർമാർ ആ പേര് ഷായ്ക്ക് അങ്ങ് ചാർത്തി കൊടുത്തത്. ന്യൂഡിൽസും ഏതാണ്ട് 2 മിനിറ്റിനുള്ളിൽ പാചകം ചെയ്യാവുന്ന ഐറ്റമാണല്ലോ. അതോടെ ഡൽഹി കോച്ച് പോണ്ടിങ് മറിച്ച് ചിന്തിച്ചു. ഫലം പൃഥ്വി ഷാ തുടർന്നുള്ള കളികളിൽ പലതിലും പ്ലേയിങ് 11-ൽ നിന്ന് പുറത്താവുകയും ചെയ്തു. പക്ഷേ ഈ ചീത്തപ്പേരുകളെല്ലാം മാറ്റി എഴുതിയ ഷായെയാണ് പിന്നീടുള്ള IPL-കളിൽ ആഭ്യന്തര മത്സരങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഷായുടെ ബാറ്റിന്റെ ചൂടറിഞ്ഞ് ബോളർമാരും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഒരു വേള ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട്, ഇത് പഴയ ന്യൂഡിൽസ് ഷായല്ല, ഷാ 2.0 ആണെന്ന്. എങ്കിലും പതിയെ മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീയായി മാറി എന്ന് പറയുന്നത് പോലെ അച്ചടക്കമില്ലായ്മയും ഫോമില്ലായ്മയിലും വലയുന്ന ഒരു പൃഥ്വി ഷായെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേ പൃഥ്വി ഷാ തന്നെയാണ് ഇപ്പോൾ IPL ടീമുകൾ ഒരു ടീമും അദ്ദേഹത്തെ എടുക്കാതെ ഈ IPL ലേലത്തിൽ അൺസോൾഡായി ഇപ്പോൾ മാറുകയും ചെയ്തിരിക്കുന്നത്. പൃഥ്വി ഷായുടെ ആ ഒരു അവസ്ഥ.